ഈശോയിലെ ഡ്രസ് എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോയും സമരിയക്കാരിയും തമ്മിലുള്ള ആ സംഭാഷണ രംഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ ശിഷ്യന്മാര് തിരിച്ചു വരുമ്പോൾ ഈശോ ഒരു സ്ത്രീയോട് സംസാരിച്ച് നിൽക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഈ സ്ത്രീ തിരിച്ച് നാട്ടുകാരോട് ഈശോയോട് സംസാരിച്ച കാര്യമൊക്കെ പറയുകയാണ്. ഈ നാട്ടുകാർ ഭയങ്കരമായിട്ട് ആകാംക്ഷയോട് കൂടിയിട്ട് ഈശോയുടെ അടുക്കിലേക്ക് വരുന്നു. ഈശോയുടെ അടുക്കിൽ നിന്നും നേരിട്ട് ഒരു വചനം ശ്രമിച്ചതിന് ശേഷം തിരിച്ചു വന്ന് ഈ സ്ത്രീയോട് തന്നെ പറയുകയാണ്, ഇനി ഞങ്ങൾ വിശ്വസിക്കുന്ന നീ പറഞ്ഞതുകൊണ്ടൊന്നും അല്ല, മറിച്ച് ഞങ്ങൾ തന്നെ നേരിട്ട് അവനെ കാണുകയും അവന്റെ വചനങ്ങൾ ശ്രവിക്കുകയും ഇവനാണ് മെസ്സിയ എന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുകയാണ്. അതായത് ആദ്യം വിശ്വാസം ഇവരിൽ ഉണ്ടായത് മറ്റൊരാളുടെ വചനം വഴിയുണ്ട്. മറ്റൊരാള് പറഞ്ഞു കേട്ടത് വെച്ച് ഇവര് വിശ്വസിച്ച് തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവര് തന്നെ ആ സ്ത്രീയോട് പറയുകയാണ്, ഇനി ഞങ്ങളുടെ ഈ ഒരു പോയിന്റ് മുതൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നീ പറഞ്ഞതുകൊണ്ടൊന്നല്ല, മറിച്ച് ഞങ്ങൾക്ക് തന്നെ നല്ല ബോധ്യമായിരിക്കുന്നു എന്ന് പറയുകയാണ്. നമ്മളൊരു നമ്മുടെ വിശ്വാസ ജീവിതവും ഏകദേശം ഇതുപോലെ തന്നെയാണ്. നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞു കേട്ട്, നമ്മുടെ മതാധ്യാപകർ പറഞ്ഞു കേട്ട്, അല്ലെങ്കിൽ വൈദികരും സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞു കേട്ട് നമ്മൾ ഈശോയിലുള്ള വിശ്വാസത്തിൽ ഇങ്ങനെ പതിയെ പതിയെ നമ്മൾ വെച്ച് നടന്നു തുടങ്ങി. ഒരു പോയിന്റ് എത്തുമ്പോൾ അല്ലെ നമ്മളും ദൈവവും തമ്മിൽ, അല്ലെങ്കിൽ ഞാനും ഈശോയും തമ്മിലുള്ള ആ ഒരു കണ്ടുമുട്ടലിന്റെ ആ നിമിഷം വരുമ്പോൾ, അവനുമായിട്ടുള്ള ആ നല്ലൊരു റിലേഷനിൽ എത്തി കഴിയുമ്പോൾ നമ്മൾ തന്നെ മറ്റുള്ളവരോട് പറയാനായിട്ട് നമുക്കൊരു പാകതയും പക്വതയൊക്കെ വരും. അതായത് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, മറിച്ച് ഞങ്ങൾക്ക് തന്നെ ഇപ്പൊ നല്ല ബോധ്യമായിരിക്കുന്നു ഈശോയാണ് രക്ഷകൻ എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നുള്ളൊരു പക്വതയിലേക്ക്, വിശ്വാസത്തിന്റെ ഒരു പക്വതയിലേക്ക് നമ്മൾ വളർന്നു വരുമെന്ന് ഇന്നത്തെ സുവിശേഷം നമുക്ക് ഉറപ്പ് നൽകുകയാണ്. ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ ഞാനും ദൈവവും തമ്മിലുള്ള ആ ഒരു ബന്ധം ഇത്തിരി ശക്തമാക്കാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ വിശ്വാസ ജീവിതത്തില് പക്വത കൈവരിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.